ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഏതൊക്കെ സമയത്താണ് ഉണ്ടാവുന്നത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി പീരീഡ് മിസ്സായതിനു ശേഷം ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ പീരീഡ് മിസ്സായ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഓവുലേഷൻ കഴിഞ്ഞ് ജസ്റ്റ് തന്നെ ഉണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇംപ്ലാന്റേഷനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഓരോരുത്തരും ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തിൽ ഡൗട്ട് ചോദിക്കുമ്പോഴേക്കും ആ ഒരു പോർഷനിൽ നിന്ന് എടുത്ത് നമ്മൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡൗട്ട് ഒരു വീഡിയോയിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണിതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനകത്ത് ഭ്രൂണം പറ്റിപ്പിടിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മളുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു അറൗണ്ട് 6 to 12 ഡേയ്സിനകത്തായിരിക്കും നമുക്ക് എപ്പോഴും ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓവുലേഷൻ ഒരു 14ാമത്തെ ദിവസമാണ് ഉണ്ടായതെങ്കിൽ ആ 14ാമത്തെ ദിവസം മുതൽ 6 ദിവസം എന്ന് പറയുമ്പോഴേക്കും ഒരു 20ാമത്തെ ദിവസം മുതൽ പിന്നെ ഒരു 26ാമത്തെ ദിവസത്തിനകത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, 28 ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീക്ക് 14ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ ഉണ്ടാകുന്നത്. ഈ 14ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത് ഏകദേശം 26 ദിവസത്തിന് അകത്തായിരിക്കും. അത് കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചില സ്ത്രീകളിലൊക്കെ അങ്ങനെ ഒരു പ്രക്രിയയിൽ കൂടെ 28 ദിവസത്തെ മെൻസ്ട്രൽ സൈക്കിളിൽ കൂടി പോകുമ്പോഴേക്കും ഏകദേശം ഒരു 20ാമത്തെ ദിവസം മുതൽ ഒരു 26ാമത്തെ ദിവസം വരെയൊക്കെ ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ആ സമയത്ത് നമ്മളിലുണ്ടാകുന്ന പിങ്ക് കളറിലുള്ള സ്പോട്ടിങ് അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആയിട്ടുള്ള ഉണ്ടാകുന്ന ചെറുതായിട്ടുള്ള മൈൽഡായിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. ചിലവരിലൊക്കെ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കാണപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ചിലവരിലൊക്കെ 2 ദിവസമൊക്കെ ഉണ്ടാകും. ഈ 2 ദിവസം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ്സ് പോലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് അല്ല. ഇടയ്ക്കുണ്ടാകും, ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് പിന്നെ ഉണ്ടാകും, അങ്ങനെ നിൽക്കും. അങ്ങനെ ആയിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരിക്കലും നമുക്ക് ഒരു പാഡ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുന്ന രീതിക്കുള്ള ബ്ലീഡിങ് ആയിരിക്കില്ല ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നവർക്ക് വരുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നവർക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു പീരീഡ് മിസ്സാവുന്നതിന് മുൻപൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൻ്റെ ഡേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ആരിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലേറ്റായിട്ട് ഓവുലേഷൻ നടക്കുന്ന സ്ത്രീകളുണ്ടാവില്ലേ, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ PCOD ഒക്കെ ഉള്ള സ്ത്രീകളിൽ കൃത്യം ഇതേ ദിവസം തന്നെ നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നവരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 6 to 12 ഡേയ്സിലായിരിക്കും എന്തായാലും ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പീരിയഡ്സ് എപ്പോഴാണ് ആകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ചിലവരിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഡേയ്സിനേക്കാളും ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാം. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളുള്ള സ്ത്രീകളിലാണ്. ഒരു മാസം 30 ദിവസമായി, ഒരു മാസം 35ആയി, ഒരു മാസം 28 അല്ലെങ്കിൽ 30 ആകുന്നവർക്ക് കൃത്യമായിട്ട് എന്നാണ് പീരീഡ് ആകുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നത് ലേറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഒബ്വിയസ്ലി ലേറ്റ് ആകും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് എപ്പോഴാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പുറമേ ആയിട്ട് ചിലപ്പോൾ നമുക്കൊരു ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ് അനുഭവപ്പെടാം. അതല്ലെങ്കിൽ ഇംപ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് ഉണ്ടാകാം. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാം, ഹെഡേക്ക് ഉണ്ടാവാം, ഹാർട്ട് ബേൺ ഉണ്ടാവാം, ഗ്യാസ് ട്രബിൾ ഉണ്ടാകാം, അതുപോലെ നമുക്ക് ക്ഷീണം ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസ് നമുക്ക് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും പ്രഗ്നൻസി ആണോ എന്നുള്ളത്. പിന്നെ കുറച്ചധികം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൻ്റെ കളർ എന്താണെന്നുള്ളത്. നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നത് വളരെ ചെറിയൊരു സ്പോട്ടിംഗ് ആയിരിക്കും.
ഈ സ്പോട്ടിങ്ങിൻ്റെ കളർ ചിലപ്പോൾ ചെറുതായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും. ഒട്ടും ബ്ലഡിൻ്റെ, അതായത് പ്യുവർ ബ്ലഡിൻ്റെ കളറല്ലാത്ത കുറച്ചൊരു പിങ്ക് ഷെയ്ഡിലുള്ള കളറായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡും ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോഴേക്കും കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ബ്ലഡോ ആയിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ സമയത്ത് ഈ ഒരു സ്പോട്ടിങ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ് പീരിയഡ്സ് പോലെ ബ്ലീഡിംഗ് ഉള്ളതല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സ്പോട്ടിങ്ങിൽ ക്ലോട്ട്സ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലോട്ട്സോ വലിയ ക്ലോട്ട്സോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു രക്തക്കട്ടയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹെവി ബ്ലീഡിംഗ് പോകുന്ന സമയത്താണ്. ആ ബ്ലീഡിങ്ങിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരീരം ക്ലോട്ട്സ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു രക്തക്കട്ടകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പോകുന്നതും പീരിയഡ്സിൻ്റെ സമയത്താണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്ലോട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഫുള്ളായിട്ട് വാട്ടറി ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്യുവർ ബ്ലഡിൻ്റെ കളറിലുള്ള ബ്ലീഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പീരിയഡ്സ് അടുക്കുന്ന സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ബ്ലീഡിംഗ് ആണെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരുപാട് പേർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്ലീഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി സിംറ്റംസ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരീഡ് മിസ്സാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മിസ്സായതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 10 days എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോണിൻ്റെ ലെവൽ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ടാകുന്നത്. നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിന് നമ്മുടെ റിസൾട്ട് എത്തിയിട്ടുണ്ടാകുന്നത്, HCG എത്തിയിട്ടുണ്ടാകുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുവരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇംപ്ലാന്റേഷൻ ആയി എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ, പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി കെയർ ചെയ്യുക. ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻസ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, മുട്ട കഴിക്കുക, പാല് കുടിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഇതെല്ലാം നിങ്ങൾ ആ പ്രഗ്നൻസി പിടിച്ചു കിട്ടുന്നതിന് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്കോ ഇതുവരെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടാത്തവർക്കോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പലരുടെയും കമൻറ്റ്സിന് കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കമൻറ്റ് ഇതിന് താഴെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.